50 ലക്ഷം രൂപയുടെ ചെക്ക് അമ്മയുടെ സൈനോടുകൂടി ബാങ്കിൽ പോയി എന്നുള്ള കാര്യം സത്യം. എത്ര ആലോചിച്ചിട്ടും അതിന്റെ കാരണമാണല്ലോ മനസ്സിലാവാത്തത്. ചെലപ്പോ ഇനി ഏയ് അല്ല, ഒരിക്കലും അങ്ങനെയൊന്നും അമ്മ ചെയ്യില്ല. എന്റെ ഏട്ടത്തിയുടെ സംശയം എന്താണെങ്കിലും പറ. അല്ല, ചെലപ്പോ ഇനി ലീലാമ്മയ്ക്ക് കൊടുക്കാനാണെങ്കിലോ? അമ്മ ഇടയ്ക്കിടയ്ക്ക് ലീലാമ്മയെ കാണാൻ വേണ്ടി ജയിലിൽ പോകാറുണ്ട്. അങ്ങനെ അവരെ കാണാൻ പോയ എപ്പോഴെങ്കിലും അവരമ്മയോട് ഇത്രയും തുക ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ? അങ്ങനെ സംഭവിക്കാം അല്ലേ? ചിലപ്പോ അതുകൊണ്ടായിരിക്കും അമ്മ ഈ കാര്യം ബാലാമണിയോട് പോലും പറയാതിരുന്നത്. അപ്പൊ ഈ 50 ലക്ഷം രൂപ അമ്മ ലീലാമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ എടുത്തതാ. അല്ല, നിനക്കെന്താ ഇനിയൊരു സംശയം? ഈ പണം ലീലാമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നെങ്കിൽ എന്തിനാ അത് ഇത്രയും നേരത്തെ എടുത്തു വെച്ചത്? അവരിപ്പോ ജയിലിലല്ലേ. അവരെ അവിടെ നിന്നും റിലീസ് ചെയ്ത ശേഷം കൊടുത്താ പോരെ? അപ്പോഴല്ലേ ലീലാമ്മയ്ക്കും ആ പണം കൊണ്ടുള്ള അവരുടെ ആവശ്യങ്ങൾ നടത്താൻ പറ്റൂ. ലീലാമ്മ ജയിലിലാണെന്നുള്ള കാര്യം ശരിയാ. അവർക്ക് വേണ്ടി പണം വാങ്ങാനും അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും ആരെങ്കിലും ഉണ്ടെങ്കിലോ? അങ്ങനെ ആരുണ്ടാവാനാ? ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അയാൾ എപ്പോഴെങ്കിലും അമ്മയെ വന്ന് കണ്ടിരിക്കണമല്ലോ. നമ്മുടെ അറിവിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല. ഉണ്ട്. ഒരാൾ ഇവിടെ അമ്മയെ കാണാൻ വന്നിട്ടുണ്ട്. അയാളെ നിനക്കും പരിചയമുണ്ട്. നിങ്ങൾ പുറത്തു പോയിട്ട് വന്ന അതേ സമയത്ത് തന്നെയാ അയാൾ അമ്മയെ കണ്ടിട്ട് ഇറങ്ങിയത്. നീ ഓർക്കുന്നില്ലേ? അയാൾ അമ്മയുടെ കയ്യിൽ ഒരു ലെറ്റർ കൊണ്ട് കൊടുത്ത കാര്യം ഞാനെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ കമ്പനിയിൽ ജോലി കിട്ടാൻ ആരെങ്കിലും കൊടുത്ത റെക്കമെൻഡേഷൻ ലെറ്റർ ആകാനും മതി. ചിലപ്പോ അയാള് ലീലാമ്മ കൊടുത്ത കത്തുമായിട്ടായിരിക്കും വന്നത്. ആ കത്ത് കണ്ടെത്താൻ കഴിഞ്ഞാലേ എന്താ കാര്യമൊന്ന് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അയാള് കൊടുത്ത ആ ലെറ്റർ ഇപ്പോഴും അമ്മയുടെ കൈ തന്നെ കാണും. കണ്ടേക്കാം, പക്ഷെ ഉറപ്പൊന്നുമില്ല. അതെ, നീ വിചാരിച്ച അമ്മയുടെ മുറിന്ന് ആ ലെറ്റർ കണ്ടെത്താൻ കഴിയോ? അയാൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്ക് അറിയണം. എങ്ങനെ അറിഞ്ഞാലും ശരി, ഇനി അങ്ങോട്ട് നിന്റെ കഷ്ടകാലമാ, അത് നീ ഉറപ്പിച്ചോ. അമ്മേ, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അധികം താമസിയാതെ നീ മനസ്സിലാക്കിക്കോളൂ. അല്ലെങ്കിൽ നോക്കിക്കോ. അപ്പൊ ആ സഹദേവൻ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് അമ്മയ്ക്ക് കാണണോ അല്ലേ? അതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയാ ആവശ്യമില്ലാത്തതിനൊന്നും നിൽക്കരുതെന്ന് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞത്. അപ്പൊ നീ അത് കേട്ടില്ല. ഇനി വരുന്നതൊക്കെ നീ ഒറ്റയ്ക്ക് അങ്ങ് അനുഭവിച്ചോ. അമ്മ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ. സഹദേവനെ ഇവിടുന്ന് നാട്ടിലേക്ക് പറഞ്ഞു വിടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. അവനെ ഇനി ഇവിടുന്ന് പറഞ്ഞു വിടാമെന്നുള്ള കാര്യം നീ വിചാരിക്കേ വേണ്ട. ഇനി അവൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നെങ്കിൽ അത് നിന്നെയും കൊണ്ടായിരിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടാതെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ നോക്ക്. എന്നെ അടക്കി നിർത്താവുന്ന ആരും വിചാരിക്കണ്ട. സഹദേവൻ എന്നെ പാഠം പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ അയാൾക്കൊരു കുരുക്കുണ്ടാക്കും. അപ്പം മനസ്സിലാവും ഈ ഗീതമ്മ ആരാണെന്ന്. കുരുക്കോ? എന്തു കുരുക്ക്? അതൊക്കെ ഉണ്ട്. അതെന്തായാലും നീ എന്നോട് കൂടെ ഒന്ന് പറ. അത് അല്ലെങ്കിൽ വേണ്ട, അമ്മ ഇപ്പൊ അതങ്ങനെ അറിയണ്ട. അതെന്താടി ഗീതമ്മേ? അമ്മേ, എനിക്ക് പഴയ പോലെ അത്ര വിശ്വാസമില്ല. അത് തന്നെയാ കാരണം. സഹദേവനുള്ള കുരുക്ക് മുറുകി കഴിയുമ്പോ നിങ്ങളൊക്കെ അത് അറിഞ്ഞാ മതി.
അഭിരാമിയുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്. അഭിരാമി ഡോക്ടർ ആ കുഞ്ഞിനെ വളർത്താൻ ഏൽപ്പിച്ചത് ഞങ്ങളെയാണ്. ആ കുഞ്ഞ് ഇപ്പോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വളരുകയാണ്. അവനെ തിരിച്ച് അഴകത്തമ്മയെ ഏൽപ്പിക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇത്രയും കാലം ആ കുഞ്ഞിനെ നോക്കിയതിനുള്ള കൂലിയായി ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് എത്ര പണം വേണമെന്ന് അഴകത്തമ്മ തന്നെ ആലോചിച്ച് പറ. നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ആൾക്കാരോട് കാശിന്റെ കണക്ക് പറയുന്നത് ഞങ്ങളുടെ ശീലമല്ല. അപ്പൊ കാശാണ് പ്രശ്നം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അഴകത്തമ്മയുടെ കോൾ പ്രതീക്ഷിച്ചുകൊണ്ട് രുക്മിണി. എന്താടി എന്താണ് നിനക്ക് ഇത്രയ്ക്ക് സന്തോഷിക്കാൻ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? എനിക്ക് ഭ്രാന്തൊന്നും പിടിച്ചിട്ടില്ല. പക്ഷേ ഈ അഴകത്തെ വീട്ടിലുള്ള പലർക്കും ഇനി ഭ്രാന്ത് പിടിക്കും. അല്ലെങ്കിൽ ഞാൻ ഭ്രാന്ത് പിടിപ്പിക്കും. ബാലാമണി, എന്താ? ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അല്ലേ ബാലാമണി? എന്റെ തെറ്റുകൾക്കൊക്കെ എന്തെങ്കിലും നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയൂ? എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? നിനക്ക് വിശ്വാസം വരുന്നില്ലേ? സത്യമാ ബാലാമണി, നിന്നോട് ചെയ്ത തെറ്റുകൾ ഓർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട്. എന്നെ ഓർത്ത് നീ വേദനിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ? അതെ ബാലാമണി, നിന്നോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാ. നീ പറഞ്ഞോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യും നീ? പറ, എന്ത് ചെയ്യുമെന്ന്. എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരാൻ നിന്നെ കൊണ്ട് കഴിയൂന്ന്? എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അതിനെനിക്ക് കഴിഞ്ഞാലോ? എന്താ നീ പറഞ്ഞേ? നിനക്ക് നഷ്ടപ്പെട്ടതിൽ, ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയതിൽ ഒന്നെങ്കിലും തിരിച്ചു തരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞാലോ എന്ന്. അങ്ങനെ ചെയ്താ നിനക്കെന്നോട് ക്ഷമിക്കാൻ കഴിയും? ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും നിനക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലേ? എങ്കിൽ നീ കേട്ടോ ബാലാമണി, ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയ ഒന്ന്, നിന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്ന്, നിനക്ക് ഞാൻ തിരികെ നേടിത്തരാൻ പോവാ. ഇത് കവിതയുടെ വാക്കാ. ബാലാമണിക്ക് കവിത തരുന്ന വാക്ക്. എന്തൊക്കെയാ മോളെ അവള് പറഞ്ഞിട്ട് പോയത്? ഓരോരോ ദുഷ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടി ആകെ ഉള്ള ഒരു ഇത്തിരി ബോധവും കൂടി പോയോ? ഒന്നുമില്ലച്ച, മറ്റാർക്ക് ഭ്രാന്ത് പിടിച്ചാലും അവൾക്ക് ഭ്രാന്ത് പിടിക്കില്ല. എന്നെ വേദനിപ്പിക്കാൻ പറ്റുന്ന പുതിയ എന്തോ ഒരു ആയുധം അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ആനന്ദാരവോ ഇപ്പൊ കാണിച്ചിട്ട് പോയത്. മോളെ, സ്വന്തം എന്ന് പറയാൻ എനിക്കിപ്പോ ഒന്നുമില്ല. കുടുംബവും ഭർത്താവും കുട്ടികളും ഒന്നും. എന്നെ കവിത ഇനി എന്ത് ചെയ്യാനച്ച? നഷ്ടപ്പെടാനുള്ളത് ഇപ്പോഴും എന്നെക്കാളും അവൾക്ക് തന്നെയാ. എനിക്ക് കൈമോശം വന്നതൊന്നും ഇനി ആരെക്കൊണ്ടും തിരിച്ചു തരാനും പറ്റില്ല.
എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്. അഭിരാമിയെ കാണണമെന്നുണ്ട്. നീ പോയി കാണണം. അതിനെന്താ തടസ്സം? അഭിരാമി അച്ഛനെ ഫേസ് ചെയ്യാനായിട്ട് എന്തൊരു ബുദ്ധിമുട്ട് പോലെ. അപ്പൊ നീ ഇനി ഒരിക്കലും അഭിരാമിയെ കാണുന്നില്ലേ? അതിനെന്നെ കൊണ്ട് കഴിയുമോ സഹദേവേട്ടാ? എടാ, ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ നമ്മളെടുത്ത തീരുമാനങ്ങൾ വിഡ്ഢിത്തമായി പോയെന്ന് ഒരു സന്ദർഭത്തിലെങ്കിലും നമ്മൾ തിരിച്ചറിയും. ആ തിരിച്ചറിവ് സംഭവിച്ച തെറ്റിനെ തിരുത്താനും പിന്നീട് വന്നു ചേരാനുള്ള ഇത്തരം ഒരുപാട് തെറ്റുകളെ ഒഴിവാക്കാനുമാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. ഞാൻ ആ വീട്ടിലേക്ക് ചെന്നാൽ അവർക്കത് ഇഷ്ടപ്പെടുമോ? അവർക്കത് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. അവിടെ പോകാനും നിന്റെ ഭാര്യയെ കാണാനും നിനക്കാഗ്രഹമുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഉണ്ടെങ്കിൽ എങ്കിൽ പിന്നെ മറ്റൊന്നും ചിന്തിക്കരുത്. ആ മുറ്റത്ത് ചെന്നങ്ങ് ഇറങ്ങണം. എത്ര വലിയ പ്രശ്നത്തെയും ലഘുവായി നമുക്ക് സമീപിക്കാം. ആ അച്ഛനോട് മനസ്സ് തുറന്ന് താനൊന്ന് സംസാരിക്കേ. ആത്മവിശ്വാസം പകരുന്ന ഒരു നോട്ടമെങ്കിലും അഭിരാമിക്ക് സമ്മാനിക്കേ. നിന്നിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയാ. ഈ നമ്പറിലേക്കൊന്ന് വിളിച്ചാലോ? ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്താ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമല്ലേ? അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ ഞാൻ വിളിക്കേണ്ടത് അവരെയല്ല, മറ്റൊരാളെയാ. ഹലോ, ഇന്നൊന്ന് കാണാൻ പറ്റുമോ? അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമാ, അതാ വിളിച്ചത്. സമയം എപ്പോഴായാലും കുഴപ്പമില്ല, പക്ഷേ നമുക്കിന്ന് കാണണം, കണ്ടേ പറ്റൂ. വിളിക്കുന്നത് അഴകത്തമ്മയാ. എന്താ ഇപ്പൊ പറയണ്ടേ? നമ്മുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് നഷ്ടപ്പെട്ടു. ഇനി ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന് പറ. അളിയ അളിയ എന്തോന്നാ അളിയത്? ചേച്ചി ഇതൊന്നും ശ്രദ്ധിക്കണ്ട. ചേച്ചി ഫോൺ എടുക്ക്, അല്ലെങ്കിൽ ഇത് കട്ടാവും. വെറുതെ അവർക്ക് സംശയത്തിൽ ഇടപെടുക്കണ്ട. എന്റെ ദൈവമേ. ആ, നമസ്കാരം സുമംഗലാമ്മേ. നിങ്ങൾ ആവശ്യപ്പെട്ട തുക അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിനെ എപ്പോ എന്റെ കയ്യിലേക്ക് തരാൻ പറ്റും? എപ്പോ വേണമെങ്കിലും തരാലോ. എങ്കിൽ നാളെ നമുക്ക് കാണാം. നാളെയോ? എന്താ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചാ മോനിപ്പോ ഇവിടെ ഒരു വൈദ്യരുടെ ചികിത്സയിലാ. എന്താ അവന്? അയ്യോ, അങ്ങനെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. കരപ്പനാ. ഒരാഴ്ചത്തേക്കുള്ള എണ്ണ കൊടുത്തിട്ടുണ്ടേ. അത് കഴിഞ്ഞേ കുഞ്ഞിനെ പുറത്തു കൊണ്ടുപോകാവൂന്ന് വൈദ്യര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എണ്ണയിട്ട് തുടങ്ങിയിട്ടിപ്പോ 2-3 ദിവസമായി. പഥ്യം തെറ്റിക്കാതെ ആ ചികിത്സ അങ്ങ് തീർത്താ കുഞ്ഞിന് തന്നെയാ നല്ലത്. അതുകൊണ്ടാ ഒരാഴ്ച സമയം വേണമെന്ന് ഞാൻ പറഞ്ഞത്. ചികിത്സ മുടക്കണ്ട. അത് കഴിഞ്ഞ് നിങ്ങൾ അവനെ കൊണ്ടുവന്നാ മതി. 3-4 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതുവരെ ഞാൻ ക്ഷമിക്കാം. മോനെവിടെ? അവനെവിടെ എന്തെടുക്കുക? അവൻ ഉറങ്ങുക. അപ്പൊ കുഞ്ഞിനെയും കൊണ്ട് എന്ന് വരാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ നേരത്തെ വിളിച്ച് പറയണം. ഓ, പറയാം. ശരി. എടാ, 3-4 ദിവസം കഴിയുമ്പോ അവർക്ക് കൊച്ചിനെ കൊടുക്കണം. എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? 3-4 ദിവസം കൊണ്ട് ഒന്ന് പ്രസവിക്കാൻ പറ്റുമെന്ന് നോക്ക്. ഇനി അതേ ഉള്ളൊരു വഴി. ഓ, ഇങ്ങനെ ഞാൻ ചെരവയ്ക്ക് അടിച്ചു കൊല്ലും, എന്നിട്ട് ജയിലിൽ പോയി കിടക്കും. പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ചേച്ചി സമാധാനപ്പെടും. അവർക്കൊരു കൊച്ചിനെ കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. വഴിയുണ്ട്. എന്തു വഴി? അതൊക്കെ ഉണ്ട്.
എന്റെ കുടുംബം തൊലച്ച് കുട്ടിച്ചോറാക്കിയിട്ടും നിനക്ക് മതിയായില്ല അല്ലേ? ഇനി എന്താണ് നിനക്ക് വേണ്ടത്? ഇവളുടെ ചിത കത്തുന്നത് നിനക്ക് കാണണോ? കാർത്തിക്, നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ എന്നെക്കുറിച്ച് കാർത്തിക് വിചാരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ അബദ്ധമായിട്ടുള്ള ധാരണകളാണ്. കാർത്തിക് അറിയുന്ന പോലൊരു ബന്ധം ഞങ്ങൾക്കിടയിലില്ല. പിന്നെ ഞങ്ങൾക്കിടയിലുള്ള റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് അത് വേറൊരാൾക്ക് മനസ്സിലാവേയില്ല. കൂടുതലൊന്നും വിശദീകരിച്ചില്ലെങ്കിലും നീ പറഞ്ഞ ഡെപ്ത് എനിക്ക് മനസ്സിലാവും. ഇവള് പിന്നെ എന്തിനും തയ്യാറായിരുന്നല്ലോ. അതിൻ്റെയാ ഈ കിടപ്പ് കിടക്കുന്നത്. കാർത്തിക്, അനാവശ്യം പറയരുത്. എന്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ എന്തും പറയും. അത് കേൾക്കുമ്പോ നിനക്ക് കൊള്ളേണ്ട കാര്യം എന്താ? ഒരു ഡോക്ടർക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. വാക്കുകളിലൊക്കെ അതുണ്ടായാൽ നന്ന്. ഡോക്ടർ എന്താ മനുഷ്യനല്ലേ? എന്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാതെ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി വെച്ചത് നിങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയാ. ഇവളിപ്പോഴും ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നെയാ പ്രതീക്ഷിച്ചു വച്ചിരിക്കുന്നത്. കുറച്ചുകൂടി പച്ചയ്ക്ക് പറഞ്ഞ ഇന്നേ വരെ ഞാൻ ഇവളെ തൊട്ടിട്ടില്ലെന്ന്. ഇതെന്തിനാ ഞാൻ നിന്നോട് പറഞ്ഞെന്നറിയോ? നിനക്ക് വേണമെങ്കിൽ ഒരു മടിയും കൂടാതെ ഇവളെ ഇനിയും സ്വീകരിക്കാം. പക്ഷെ ഞാൻ കെട്ടിയ താലിയും കഴുത്തിലിട്ടുണ്ട് ഇവള് നിന്നെ സ്നേഹിക്കരുത്. ആ സ്നേഹത്തിന്റെ പേര് അത് വേറെയാ. നിർത്ത്. കുറെ നേരമായല്ലോ താൻ നിന്ന് പ്രസംഗിക്കുന്നു. ഇത്രയും നാള് തന്റെ ഭാര്യയായിട്ട് തന്റെ കൂടെ കഴിഞ്ഞ പെണ്ണായോട് ചലനശേഷി നഷ്ടപ്പെട്ട് ഇവളി ഗതി കെട്ട കിടപ്പ് കിടക്കുന്ന കണ്ടിട്ടും തനിക്ക് ഇവിടെ ഒരു സെന്റിമെന്റ്സും തോന്നില്ലേ? മനുഷ്യനാണോ താൻ? ഇവൾക്കടുത്തിരുന്ന് ഒരിറ്റ് വെള്ളം കൊടുത്താണോ ഞാൻ ചെയ്തത് തെറ്റ്? നിങ്ങളുടെ വീട്ടിൽ നിന്ന് അച്ഛനോളെ കൊണ്ടുവന്നിട്ട് എത്ര ദിവസമായി? ഇവിടെ വന്നിട്ട് ഇവരുടെ വിവരം അറിയാൻ സൗകര്യപ്പെട്ടില്ലെങ്കിൽ ഫോണിലേക്കൊന്ന് വിളിച്ചൂടെ? ഒരു വാക്ക് ചോദിച്ചൂടെ? അതുപോലും ചെയ്യാത്ത താൻ ഡോക്ടറാണോ? ഒരു മനുഷ്യനാണോ? ആദ്യം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പഠിക്കുക. അബിക്ക് നിങ്ങളുടെ കെയറിങ് ഏറ്റവും കൂടുതൽ വേണ്ട സമയം ഇത്. നിങ്ങൾ കൊടുക്കുന്ന ആത്മവിശ്വാസമായിരിക്കണം ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള പ്രചോദനം. നീ ഇനി കൂടുതലൊന്നും പറയണ്ട. ഇവൾക്ക് ആത്മവിശ്വാസം കൊടുക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനൊക്കെ ഇവിടെ നീ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇനി അഭിരാമിക്ക് കാർത്തികിന്റെ ആവശ്യമൊന്നുമില്ല.